തൊടുപുഴ മാർത്തോമ ഇടവകയുടെ സെൻറ്റിനറി ആഘോഷങ്ങളുടെ പരിസമാപ്തി കുറിക്കുന്ന വേളയിൽ ഇങ്ങനെ ഒരു ആശംസാ സന്ദേശത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുവാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതിന് അവസരമൊരുക്കിയ ഇടവക വികാരിയോടും മറ്റ് ചുമതലക്കാരോടും എല്ലാ ഇടവക ജനങ്ങളോടുമുള്ള പ്രത്യേക സന്തോഷം, നന്ദി ആദ്യമേ അറിയിക്കട്ടെ. 2004 മുതൽ 2007 വരെയുള്ള 3 വർഷക്കാലം തൊടുപുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് മിഷൻ പ്രവർത്തനങ്ങൾക്കും സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾക്കും ഇടവക ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകാൻ ഇടയായി എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ ഒരു വേളയായിരുന്നു. തൊടുപുഴ ഇടവകക്കാർ നമ്മുടെ ശുശ്രൂഷകൾക്ക് നൽകിയതായ വലിയ കൈത്താങ്ങൽ ഞാൻ നന്ദിപൂർവ്വം ഈ സമയത്ത് ഓർക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ മേത്തൊട്ടിയിലും മറ്റ് കൂവക്കണ്ടത്തും ഒക്കെയുള്ള നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ പിന്തുണ നമ്മുടെ ഇടവകയിൽ നിന്ന് നൽകി എന്നുള്ളത് പ്രത്യേകം സ്മരിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഇത്തരത്തിൽ അതുപോലെ തന്നെ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതായ ഒരു കാലം കൂടെയായിരുന്നു. ഞങ്ങളുടെ ആദ്യജാതൻ ജനിക്കുകയും 3-ാം ദിവസം കർത്തൃസന്നിധിയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തതായ ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ തൊടുപുഴ ഇടവകയിലെ അംഗങ്ങൾ നൽകിയതായ വലിയ മാനസികമായ ആത്മീയമായ ഒരു പിന്തുണ അതൊരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല. എല്ലാവരോടുമുള്ള നന്ദി ഹൃദയത്തിൽ ഞങ്ങളെപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. സഭയിലെ തന്നെ മാതൃകാ ഇടവകളൊന്നായിട്ട് തൊടുപുഴ ഇടവക ഇതിനോടകം മാറിയിട്ടുണ്ട്. നല്ല നേതൃത്വം നമുക്ക് ദൈവം നൽകി. പല നമ്മുടെ ആത്മായ നേതാക്കളും പ്രായാധിക്യത്താൽ രോഗത്തിലോ ക്ഷീണത്തിലോ അതുപോലെ തന്നെ കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ അനേക ആളുകളുണ്ട്. എല്ലാവരുടെയും ശുശ്രൂഷകളെ നന്ദിയോടെ ഓർക്കുന്നു. കുടുംബാംഗങ്ങളെല്ലാവരോടുമുള്ള പ്രത്യേക സന്തോഷം ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവർത്തനങ്ങളെ, നിങ്ങളുടെ നന്മകളെ മാനിക്കട്ടെ. ഇടവക സെൻറ്റിനറി പൂർത്തിയാക്കി പുതിയ ഒരു വർഷത്തിലേക്കും പുതിയ ഒരു നൂറ്റാണ്ടിലേക്കും പ്രവേശിക്കുമ്പോൾ അതെല്ലാവർക്കും, ദേശത്തിനും തൊടുപുഴ ദേശത്തിനും ഇടുക്കി ജില്ലയ്ക്ക് മുട്ടാകെ ഒരു വലിയ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ശക്തമായ മിഷൻ പ്രവർത്തനങ്ങളുടെ ദേശത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെയൊക്കെ ഒരു സാക്ഷ്യപത്രമായി തീരട്ടെ. എല്ലാ ഭാവുകങ്ങളും ഒരിക്കൽ കൂടെ നേരുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് മനോഹരമായ ഒരു ദേവാലയം ഇതിനോടകം നിർമ്മിക്കുവാൻ ഇടയാക്കി അവിടെ വന്ന് ഒരു ശുശ്രൂഷ നിർവഹിക്കണം എന്നുള്ളതൊരാഗ്രഹമായിരുന്നു. എന്നാൽ പല സാഹചര്യങ്ങൾ കൊണ്ട് അത് സാധിച്ചില്ല. ദൈവം അനുവദിച്ചാൽ ഒരുമിച്ച് കാണുവാനും നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവസരം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്മകൾ, ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.